ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഞ്ച് ടിയും നൾ സ്പേസ് ഓഫ് ടിയുമാണ്. വെർ ടി ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ടു ഡബ്ല്യു. ഓക്കെ, അപ്പോൾ ആദ്യം ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് ടി ബി എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ടു ഡബ്ല്യു. Then range of t denoted by RT, that is equal to set of all beta belongs to W such that beta equal to T alpha for some alpha in V. അതായത് റേഞ്ച് സെറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏത് ആൽഫയാണോ വിയിലുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡബ്ല്യുവിലെ എലമെൻറ്റ്, അതിനെയാണ് നമ്മൾ റേഞ്ച് ഓഫ് ടി എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ ബീറ്റ ഇൻ ഡബ്ല്യു സച്ച് ദാറ്റ് ബീറ്റ ഈക്വൽ ടു ടി ആൽഫ for some alpha in V. T is a linear transformation. Okay, image of alpha under the transformation T. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് റേഞ്ച് ഓഫ് ടി ഇസ് എ സബ്സ്പേസ് ഓഫ് ഡബ്ല്യു എന്നാണ്. റേഞ്ച് ടി എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ ഒരു സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ. റേഞ്ച് ടി എന്ന് പറയുന്നത് ഓൾറെഡി ഒരു സബ്സെറ്റ് ആണ്. കാരണം ഡബ്ല്യുവിലെ എലമെൻറ്റ്സ് തന്നെയാണ് റേഞ്ച് ആയിട്ട് വരിക. അതുകൊണ്ട് അതൊരു സബ്സെറ്റ് ആണ്, ഡബ്ല്യുവിൻ്റെ ഒരു സബ്സെറ്റ് ആണ്. ഇനി ടി എന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് ടി ഓഫ് 0 തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ 0 എന്നുള്ളത് എവിടുത്തെ എലമെൻ്റ് ആണ്? റേഞ്ച് ടിയിലെ എലമെൻ്റ് ആണ്. ദറ്റ് ഈസ് റേഞ്ച് ടി ഈസ് നോൺ എം ടി. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ബീറ്റ 1ഉം ബീറ്റ 2ഉം റേഞ്ച് ടിയിലെ എലമെൻ്റ് ആണെന്ന് വിചാരിക്കും. ബീറ്റ 1, ബീറ്റ 2 ബിലോങ്സ് ടു ആർ ഓഫ് ടി. ദെൻ ദർ എക്സിസ്റ്റ് ആൽഫ 1 ആൻഡ് ആൽഫ 2 ഇൻ വി സച്ച് ദാറ്റ് ടി ഓഫ് ആൽഫ 1 ഈക്വൽ ടു ബീറ്റ 1 ആൻഡ് ടി ഓഫ് ആൽഫ 2 ഈക്വൽ ടു ബീറ്റ 2. ഓക്കെ, where and C belongs to F. Then T linear ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? T of C alpha 1 plus alpha 2 equal to C into T of alpha 1 plus T alpha 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു C into ബീറ്റ 1 plus ബീറ്റ 2. അതായത് C ബീറ്റ 1 plus ബീറ്റ 2 is the image of what? C alpha 1 plus alpha 2 under the transformation ടി എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സി ബീറ്റ 1 പ്ലസ് ബീറ്റ 2 എന്നുള്ളത് റേഞ്ച് ടിയിലെ ഒരു എലമെൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ആർ ഓഫ് ടി എന്നുള്ളത് സബ്സ്പേസ് ഓഫ് ഡബ്ല്യു ആണ്. അതായത് ബീറ്റ 1ഉം ബീറ്റ 2ഉം റേഞ്ച് ടിയിലെ എലമെൻ്റ് ആണെങ്കിൽ സി ബീറ്റ 1 പ്ലസ് ബീറ്റ 2 എന്നുള്ളത് വീണ്ടും റേഞ്ച് ടിയിലെ എലമെൻ്റ് ആണ്. ദാറ്റ് മീൻസ് റേഞ്ച് ഓഫ് ടി ഈസ് എ സബ്സ്പേസ് ഓഫ് ഡബ്ല്യു. നെക്സ്റ്റ് ഡെഫിനിഷൻ, നൾ സ്പേസ് ഓഫ് ടി. അതായത് let V and W be vector spaces over the field F and let T be a linear transformation from V to W. The null space of T is the set of all vectors alpha in V such that T of alpha equal to 0. അതായത് സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻസിൻ്റെ കളക്ഷൻ, അതാണ് നൾ സ്പേസ് എന്ന് പറയുന്നത്. സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ടി ഓഫ് ആൽഫ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആൽഫേനെ ഏതിലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു? സീറോയിലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് സീറോയിലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്ന എലമെൻസിൻ്റെ കളക്ഷനാണ് നൾ സ്പേസ് ഓഫ് ടി എന്ന് പറയുന്നത്. അതിനെ ഇങ്ങനെ എഴുതാം: നൾ സ്പേസ് ഓഫ് ടി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ആൽഫ ബിലോങ്സ് ടു വി സച്ച് ദാറ്റ് ടി ഓഫ് ആൽഫ ഈക്വൽ ടു 0. ഇനി എൻ ഓഫ് ടി ഇസ് എ സബ്സ്പേസ് ഓഫ് വി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അതെങ്ങനെ പ്രൂവ് ചെയ്യാം? ടി ലീനിയർ ആയതുകൊണ്ട് ടി ഓഫ് 0 ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ 0 എന്നുള്ളത് എൻ ഓഫ് ടിയിലെ എലമെൻ്റ് ആണ്. എൻ ഓഫ് ടി നോൺ എം ടി ആണ്. ഇനി സി ബിലോങ്സ് ടു എഫും ആൽഫ ബീറ്റ ബിലോങ്സ് ടു എൻ ഓഫ് ടി ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ആൽഫ എന്നുള്ളത് എൻ ഓഫ് ടിയിലെ എലമെൻ്റ് ആണെങ്കിൽ ടി ഓഫ് ആൽഫ 0 ആയിരിക്കും. ബീറ്റ എൻ ഓഫ് ടിയിലെ എലമെൻ്റ് ആണെങ്കിൽ ടി ഓഫ് ബീറ്റയും 0 ആയിരിക്കും. അപ്പോൾ ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ എന്തായിരിക്കും? ടി ലീനിയർ ആയതുകൊണ്ട് നമുക്കതിനെ സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു 0 പ്ലസ് 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു എൻ ഓഫ് ടി എന്ന് കിട്ടും. അതായത് എൻ ഓഫ് ടി ഈസ് എ സബ്സ്പേസ് ഓഫ് വി. ഓക്കെ, അടുത്തത്, ഇഫ് വി ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ ദെൻ ദ ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് ടി ഈസ് കോൾഡ് നള്ളിറ്റി ഓഫ് ടി ആൻഡ് ദ ഡയമെൻഷൻ ഓഫ് റേഞ്ച് സ്പേസ് ഓഫ് ടി ഈസ് കോൾഡ് റാങ്ക് ഓഫ് ടി. നള്ളിറ്റി എന്ന് പറഞ്ഞാൽ നൾ സ്പേസിൻ്റെ ഡയമെൻഷനാണ്. റാങ്ക് എന്ന് പറഞ്ഞാൽ റേഞ്ചിൻ്റെ ഡയമെൻഷനാണ്. ഓക്കെ, ഇനി വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് റാങ്ക് നള്ളിറ്റി തിയറം. Let V and W be vector spaces over the field F and let T be a linear transformation from T to W. Suppose V is finite dimensional, then rank T plus nullity T equal to dimension V. Rank T plus nullity T equal to dimension V. അതാണ് റാങ്ക് നള്ളിറ്റി തിയറം എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്ക് ആദ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? തന്നിട്ടുണ്ട് വിയും ഡബ്ല്യൂയും വെക്ടർ സ്പേസസ് ആണെന്ന് തന്നിട്ടുണ്ട്, ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്നും തന്നിട്ടുണ്ട്. വി ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വി ഫൈനൈറ്റ് ഡയമെൻഷൻ ആയതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു എൻ എന്നെടുക്കാം. ഓക്കെ, അതായത് വിയുടെ ബേസിസിൽ എൻ എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ വി ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ വിയുടെ സബ്സെറ്റ് ആണ് അല്ലെങ്കിൽ സബ്സ്പേസ് ആണ് എൻ ഓഫ് ടി എന്ന് പറഞ്ഞത്. അപ്പോൾ എൻ ഓഫ് ടിയും എന്ത് തന്നെയായിരിക്കും? ഫൈനൈറ്റ് ഡയമെൻഷനൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? എൻ ഓഫ് ടി ഫൈനൈറ്റ് ഡയമെൻഷനൽ ആയതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് എൻ ഓഫ് ടി ഈക്വൽ ടു, അതിനെ നമ്മൾ നള്ളിറ്റി എന്നാണ് വിളിക്കുക, അതിനെ നമുക്ക് കെ എന്ന് എടുക്കാം. ഓക്കെ, എന്നിനേക്കാൾ ചെറുതായിരിക്കും കെ. അങ്ങനെയാണെങ്കിൽ നൾ സ്പേസിൻ്റെ ഡയമെൻഷനാണ് കെ എങ്കിൽ അതിൻ്റെ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ആണ് ഉണ്ടാകുക? കെ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ലെറ്റ് ഇറ്റ് ബി ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ. അതിനെ നമുക്ക് ബേസിസ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് വരിക. ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകണം, സ്പാൻ ചെയ്യണം അല്ലേ? അപ്പോൾ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ നമ്മൾ മുൻപൊരു തിയറം പഠിച്ചിട്ടുണ്ട്, വി ക്യാൻ എക്സ്റ്റെൻഡ് ദ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ടു എ ബേസിസ് ഓഫ് വി. ബേസിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് വെക്ടേഴ്സ് alpha k plus 1, alpha k plus 2, etc. alpha n in V that is not in n of t such that alpha 1, alpha 2, etc. alpha n be a basis of V. അതായത് വി ഫൈനൈറ്റ് ഡയമെൻഷൻ ആണ്, വിയുടെ ഡയമെൻഷൻ n ആയതുകൊണ്ട് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ n എന്ന് പറയുന്നത് വിയുടെ ബേസിസ് ആണ്. എൻ ഓഫ് ടി അതിൻ്റെ സബ്സ്പേസ് ആയതുകൊണ്ട് അതിൽ കെ എലമെൻറ്റ്സ് ആണ് ബേസിസിലുള്ളത് എന്ന് വെച്ചാൽ ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ കെ എന്ന് പറയുന്നത് എൻ ഓഫ് ടിയുടെ ബേസിസ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ബേസിസിനെ നമുക്ക് എന്നിലേക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയതുകൊണ്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ എൻ ഓഫ് ടിയിൽ ഇല്ലാത്ത കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ആൽഫ കെ പ്ലസ് 1, ആൽഫ കെ പ്ലസ് 2, എക്സെട്ര ആൽഫ എൻ എന്ന് പറയുന്ന കുറച്ച് എലമെൻറ്റ്സ് വേറെ എക്സ്ട്രാ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, we have to prove that t of alpha k plus 1, t of alpha k plus 2, etc. t of alpha 1 is a basis of R of t. R of t റേഞ്ച് സ്പേസിൻ്റെ ബേസിസ് ആണ് എന്തെന്ന് പ്രൂവ് ചെയ്യണം? ടി ഓഫ് ആൽഫ കെ പ്ലസ് 1, ടി ഓഫ് ആൽഫ കെ പ്ലസ് 2, എക്സെട്ര ടി ഓഫ് ആൽഫ എൻ എന്നുള്ളത് റേഞ്ച് ടീൻ്റെ ബേസിസ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതായത് ഗ്രാഫിക്കലായിട്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. വിയും ഡബ്ല്യൂയും രണ്ട് വെക്ടർ സ്പേസസ് ആണ്. ടി എന്ന് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. എൻ ഓഫ് ടി ഇതിൻ്റെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ കെ എന്ന് പറയുന്നത് എന്തായിട്ട് വിളിക്കാം? എൻ ഓഫ് ടിയുടെ ഒരു, കണ്ടോ, ഇത്രയും എലമെൻറ്റ്സ് എൻ ഓഫ് ടിയുടെ ബേസിസ് ആണ്. അപ്പോൾ ഇതിലില്ലാത്ത കുറച്ച് എലമെൻറ്റ്സ് വിയിലുണ്ട്. ആൽഫ കെ പ്ലസ് 1, ആൽഫ കെ പ്ലസ് 2, എക്സെട്ര ആൽഫ എൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇമേജസ് ആണ് ടി ഓഫ് ആൽഫ കെ പ്ലസ് 1 എന്ന് പറയുന്നത്. അത് റേഞ്ച് ടിയിലുണ്ടായിരിക്കും. ഇനി ആ റേഞ്ച് ടി എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. റേഞ്ച് ടിയുടെ ബേസിസ് ആണ് എന്തെന്ന് പ്രൂവ് ചെയ്യണം? ടി ഓഫ് ആൽഫ കെ പ്ലസ് 1, ടി ഓഫ് ആൽഫ കെ പ്ലസ് 2, എക്സെട്ര ടി ഓഫ് ആൽഫ എൻ എന്നുള്ളത് റേഞ്ച് ടിയുടെ ബേസിസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ റേഞ്ച് ടിയിൽ ഒരു എലമെൻ്റ് എടുത്തു, ബീറ്റ എന്നുള്ളത്. ഓക്കെ, ബീറ്റ എന്നുള്ളത് റേഞ്ച് ടിയിൽ ഒരു എലമെൻ്റ് ആണ്. ആൽഫ എന്നുള്ളത് വിയിൽ ഒരു എലമെൻ്റ് ആണ്. ഇനി ടി ആൽഫ ഈക്വൽ ടു ബീറ്റ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ടി ആൽഫ കാരണം വിയിലെ എലമെൻറ്റ്സിനെ നമുക്ക് റേഞ്ചിലേക്ക് ആൽഫയുടെ ഒരു ഇമേജ് ആണ് ബീറ്റ എങ്കിൽ ടി ആൽഫ ഈക്വൽ ടു ബീറ്റ എന്ന് നമുക്ക് എഴുതാം. ഇനി വിയുടെ ബേസിസ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എൻ ആയതുകൊണ്ട് വിയിലെ ഏത് എലമെൻ്റ് എടുത്താലും ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ആൽഫേനെ എങ്ങനെ എഴുതാം? C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് എക്സെട്ര CN ആൽഫ എൻ എന്ന് എഴുതാം. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ടി എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ടി ഓഫ് ആൽഫ ഈക്വൽ ടു, ടി ലീനിയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? C1 ഇൻറ്റു ടി ഓഫ് ആൽഫ 1 പ്ലസ് C2 ഇൻറ്റു ടി ഓഫ് ആൽഫ 2 പ്ലസ് എക്സെട്ര CN ഇൻറ്റു ടി ഓഫ് ആൽഫ എൻ എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു 0. കാരണം ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ കെ വരെയുള്ള എലമെൻറ്റ്സ് എവിടുത്തെ എലമെൻറ്റ്സ് ആണ്? എൻ ഓഫ് ടിയിലെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇമേജസ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആൽഫ കെ വരെയുള്ള ഇമേജസ് എല്ലാം 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ C1 ഇൻറ്റു 0 പ്ലസ് C2 ഇൻറ്റു 0 പ്ലസ് എക്സെട്ര CK ഇൻറ്റു 0 എന്ന് വരും. അതിന് ശേഷമുള്ളത് നോൺ സീറോ ആയിട്ട് വരും. CK പ്ലസ് 1 ടി ഓഫ് ആൽഫ കെ പ്ലസ് 1, CK പ്ലസ് 2 ടി ഓഫ് ആൽഫ കെ പ്ലസ് 2, എക്സെട്ര CN ഇൻറ്റു ടി ഓഫ് ആൽഫ എൻ. Therefore ടി ഓഫ് ആൽഫ ഈക്വൽ ടു CK പ്ലസ് 1 ടി ഓഫ് ആൽഫ കെ പ്ലസ് 1 പ്ലസ് എക്സെട്ര CN ടി ഓഫ് ആൽഫ എൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദറ്റ് ഈസ് ഈക്വൽ ടു ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ഓഫ് ആൽഫ എൻ സെർട്ടൈൻലി സ്പാൻ ആർ ഓഫ് ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. ആർ ഓഫ് ടി അതായത് ടി ഓഫ് ആൽഫേനെ ആൽഫ കെ പ്ലസ് 1 ടി ഓഫ് ആൽഫ കെ പ്ലസ് 1 ടി ഓഫ് ആൽഫ കെ പ്ലസ് 2 എക്സെട്ര ടി ഓഫ് ആൽഫേൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് എഴുതിയത് ടി ഓഫ് ആൽഫേനെ.
ടി ഓഫ് ആൽഫ എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റ് ആണ്? റേഞ്ചിലെ എലമെൻ്റ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ടി ഓഫ് ആൽഫ എന്ന് പറയുന്നത് റേഞ്ചിലെ എലമെൻ്റ് ആണ്. അതിനെ നമുക്ക് ഇത്രയും വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ടി ഓഫ് ആൽഫ കെ പ്ലസ് വൺ, ടി ഓഫ് ആൽഫ കെ പ്ലസ് ടു എക്സെട്ര ടി ഓഫ് ആൽഫ എൻ എന്ന് പറയുന്നതെല്ലാം ഏതിനെ സ്പാൻ ചെയ്യുന്നു? ഈ ടി ഓഫ് ആൽഫേനെ സ്പാൻ ചെയ്യുന്നു, അതായത് ആർ ഓഫ് ടീനെ സ്പാൻ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? ടി ഓഫ് ആൽഫ ഈക്വൽ ടു ബീറ്റനെ നമുക്ക് ഇങ്ങനെ എഴുതി, ടി ഓഫ് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു സി കെ പ്ലസ് വൺ ടി ആൽഫ കെ പ്ലസ് വൺ പ്ലസ് എക്സെട്ര സി എൻ ആൽഫ എൻ എന്ന് എഴുതി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. ഒന്ന്, അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണം. പിന്നെ ആ വെക്ടേഴ്സ് ആർ ഓഫ് ടിയിലെ എല്ലാ എലമെൻസിനെയും സ്പാൻ ചെയ്യുന്നു എന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ സ്പാൻ ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്തെടുക്കുന്നു? സി കെ പ്ലസ് വൺ ടി ഓഫ് ആൽഫ കെ പ്ലസ് വൺ പ്ലസ് സി കെ പ്ലസ് ടു ടി ഓഫ് ആൽഫ കെ പ്ലസ് ടു പ്ലസ് എക്സെട്ര സി എൻ ടി ഓഫ് ആൽഫ എൻ ഈക്വൽ ടു 0 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കാരണം എന്താണ്? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്? ഇതെന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എഴുതിയതെന്ന് അറിയുമോ? അതായത് ഈ ഒരു സ്റ്റെപ്പ് എഴുതാൻ കാരണം എന്താ? ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, വിയുടെ ബേസിസ് ആണെന്ന് അറിയാം. പക്ഷേ നമുക്ക് ആൽഫ കെ പ്ലസ് വൺ മുതലുള്ള ടേംസ് ആണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ മുതലുള്ള എലമെൻറ്റ്സ് മാത്രം എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇത്രയും എലമെൻറ്റ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സി കെ പ്ലസ് വൺ ടി ഓഫ് ആൽഫ കെ പ്ലസ് വൺ പ്ലസ് സി കെ പ്ലസ് ടു ടി ഓഫ് ആൽഫ കെ പ്ലസ് ടു പ്ലസ് എക്സെട്ര സി എൻ ടി ഓഫ് ആൽഫ എൻ ഈക്വൽ ടു 0 എന്ന് കൺസിഡർ ചെയ്യണം. ഇനി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം, അല്ലേ? അപ്പോൾ എന്ത് വരും? ഇതിൻ്റെ കോഎഫിഷ്യൻസ് 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് വരും? ഇനി ടി ലീനിയർ ആയതുകൊണ്ട് നമുക്ക് ടീനെ ഔട്ട് സൈഡ് എടുക്കാം. ടി ലീനിയർ ആയതുകൊണ്ട് ഈ സി വൺ ഇൻറ്റു ടി ഓഫ് ആൽഫ എന്നുള്ളത് ടി ഓഫ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ലീനിയർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതുന്നത്. അപ്പോൾ എന്ത് എഴുതാം? ടി ഓഫ് സി കെ പ്ലസ് വൺ ആൽഫ കെ പ്ലസ് വൺ പ്ലസ് സി കെ പ്ലസ് ടു ആൽഫ കെ പ്ലസ് ടു പ്ലസ് എക്സെട്ര സി എൻ ആൽഫ എൻ ഈക്വൽ ടു 0. ഓക്കെ, ഇനി ദാറ്റ് ഇംപ്ലൈസ് ടി ഓഫ് ഈ ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് 0 ആണെന്ന് പറഞ്ഞാൽ, ഈ ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഒരു എലമെൻറ്റ് മൊത്തമായിട്ടും എൻ ഓഫ് ടിയിലെ എലമെൻ്റ് ആണെന്നാണ് അർത്ഥം. ടി ഓഫ് സം വെക്ടർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇമേജ് 0 ആണ്, അതായത് ഈ വെക്ടർ മൊത്തമായിട്ട് എൻ ഓഫ് ടിയിലെ എലമെൻ്റ് ആണെന്ന് അർത്ഥം. അപ്പോൾ എന്ത് വരും? സി കെ പ്ലസ് വൺ ആൽഫ കെ പ്ലസ് വൺ പ്ലസ് സി കെ പ്ലസ് ടു ആൽഫ കെ പ്ലസ് ടു പ്ലസ് എക്സെട്ര സി എൻ ആൽഫ എൻ എന്നുള്ളത് എൻ ഓഫ് ടിയിലെ എലമെൻ്റ് ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എൻ ഓഫ് ടിയിലെ എലമെൻ്റ് ആണ് ഇത്രയും വെക്ടേഴ്സ് എന്ന് നമുക്ക് കിട്ടി. ഇനി ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ ബി എ ബേസിസ് ഓഫ് എൻ ഓഫ് ടി ദർ എക്സിസ്റ്റ് സ്കെയിലേഴ്സ് b1 b2 എക്സെട്ര ബീറ്റ കെ സച്ച് ദാറ്റ് നമുക്ക് ഇത്രയും കാര്യങ്ങളും ആൽഫ കെ വരെയുള്ളത് ഏതിൻ്റെ ബേസിസ് ആണെന്നറിയാം? എൻ ഓഫ് ടിയുടെ ബേസിസ് ആണെന്നറിയാം. അപ്പോൾ നമുക്ക് ആൽഫ എന്നുള്ള ഒരു വെക്ടറിനെ, ആൽഫ എന്നുള്ള എൻ ഓഫ് ടിയിലെ ഒരു വെക്ടറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഈക്വൽ ടു b1 ആൽഫ 1 പ്ലസ് b2 ആൽഫ 2 പ്ലസ് എക്സെട്ര ബി കെ ആൽഫ കെ എന്ന് എഴുതാം. ഇനി ആ വെക്ടർ ആ സെയിം വെക്ടർ ദറ്റ് ഈസ് സെയിം ആസ് ഈ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു, ഇങ്ങനൊരു സ്റ്റെപ്പ് പറഞ്ഞു, ആൽഫ ഈക്വൽ ടു സി കെ പ്ലസ് വൺ ആൽഫ കെ പ്ലസ് വൺ എക്സെട്ര സി എൻ ആൽഫ എൻ. എൻ ഓഫ് ടിയിൽ ഒരു എലമെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ ഓഫ് ടിയിൽ ഒരു എലമെൻ്റ് ആണ് ആൽഫ എന്ന് പറയുന്നത്. എൻ ഓഫ് ടിയിൽ ഒരു എലമെൻ്റ് ആണ് ആൽഫ എന്ന് പറയുന്നത്. അതിനുള്ള ഒരു എക്സ്പ്രഷനാണ് ഇപ്പുറത്ത് എഴുതിയത്. ഓക്കെ, ഈ സെയിം എലമെൻറ്റിന് തന്നെ നമുക്ക് ബേസിസിൻ്റെ ടേംസിലും എഴുതാം. കാരണം ആൽഫ 1 ആൽഫ 2 എക്സെട്ര ഇതിൻ്റെ ബേസിസ് ആയതുകൊണ്ട് ഈ എൻ ഓഫ് ടിയിലെ ആൽഫേനെ ഇങ്ങനൊരു എക്സ്പ്രഷനും എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടും? b1 ആൽഫ 1 പ്ലസ് b2 ആൽഫ 2 പ്ലസ് എക്സെട്ര ബി കെ ആൽഫ കെ ഈക്വൽ ടു സി കെ പ്ലസ് വൺ ആൽഫ കെ പ്ലസ് വൺ പ്ലസ് എക്സെട്ര സി എൻ ആൽഫ എൻ എന്ന് കിട്ടും. ഓക്കെ, ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? b1 ആൽഫ 1 പ്ലസ് b2 ആൽഫ 2 പ്ലസ് എക്സെട്ര ബി കെ ആൽഫ കെ മൈനസ് സി കെ പ്ലസ് വൺ ആൽഫ കെ പ്ലസ് വൺ മൈനസ് സി കെ പ്ലസ് ടു ആൽഫ കെ പ്ലസ് ടു എക്സെട്ര സി എൻ ആൽഫ എൻ എന്ന് കിട്ടും. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അതിൻ്റെ അർത്ഥം എന്താ? ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം 0 ആണെന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? b1 ഈക്വൽ ടു 0, b2 ഈക്വൽ ടു 0, എക്സെട്ര ബി കെ ഈക്വൽ ടു 0, മൈനസ് സി കെ ഈക്വൽ ടു 0, മൈനസ് സി കെ അല്ല സി കെ പ്ലസ് വൺ ഈക്വൽ ടു 0, എക്സെട്ര സി എൻ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സി കെ പ്ലസ് വൺ മുതലുള്ളത് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സി കെ പ്ലസ് വൺ സി കെ പ്ലസ് ടു എക്സെട്ര സി എൻ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? തൊട്ട് മുമ്പിലത്തെ സ്റ്റെപ്പിൽ നോക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു സ്റ്റെപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഈ ഒരു സ്റ്റെപ്പിൽ നോക്കുകയാണെങ്കിൽ CK + 1 CK + 2 എക്സെട്ര CN എന്നുള്ളത് 0 ആണെന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? T of alpha k + 1 T of alpha k + 2 എക്സെട്ര T of alpha n എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, അതേസമയം R of t നെ സ്പാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ T of alpha k + 1 T of alpha k + 2 എക്സെട്ര T of alpha n ഈസ് എ ബേസിസ് ഓഫ് R of t എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇഫ് R ഈസ് ദ റാങ്ക് ഓഫ് ടി, അപ്പോൾ റേഞ്ച് സ്പേസിൻ്റെ ഡയമെൻഷൻ നമുക്ക് അറിയില്ല, അതിനെ നമ്മൾ R എന്ന് വിളിച്ചു. ഓക്കെ, R എന്ന് വിളിച്ചു, അതിനെ ഡയമെൻഷൻ ഓഫ് R of t എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു n - k എന്ന് എഴുതാം. അതായത് n - k എന്ന് പറഞ്ഞാൽ മൊത്തം n എലമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്, അതിൽ k എലമെൻറ്റ്സ് എവിടെ പോയി? n ഓഫ് ടിയുടെ ഡയമെൻഷനായിട്ട് പോയി. ബാക്കിയുള്ള എലമെൻറ്റ്സ് ആണ് എന്തിൽ വരുന്നത്? ഈ റേഞ്ച് സ്പേസ് ഓഫ് ടിയിൽ വരുന്നത്. അപ്പോൾ n - k എന്ന് എഴുതാം. n എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് v ആണ്, k എന്ന് പറയുന്നത് നള്ളിറ്റി ഓഫ് ടി ആണ്. അപ്പോൾ റാങ്ക് ടി ഈക്വൽ ടു ഡയമെൻഷൻ v മൈനസ് നള്ളിറ്റി ടി. നള്ളിറ്റീന് ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും? റാങ്ക് ടി പ്ലസ് നള്ളിറ്റി ടി ഈക്വൽ ടു ഡയമെൻഷൻ v എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് തിയറം. If A is an m by n matrix with entries in the field F, then row rank of A equal to column rank of A. അതായത് A എന്നുള്ളൊരു മെട്രിക്സിൻ്റെ റോ റാങ്ക് കണ്ടാലും കോളം റാങ്ക് കണ്ടാലും ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു T എന്നുള്ളൊരു മാപ്പ് കൺസിഡർ ചെയ്യണം. T ഫ്രം Fn/1 ടു Fm/1. ഒരു n/1 മെട്രിസസിൻ്റെ കളക്ഷനിൽ നിന്ന് m/1 മെട്രിസസിൻ്റെ കളക്ഷനിലേക്കുള്ളൊരു മാപ്പാണ്. ഡിഫൈൻഡ് ബൈ T of x ഈക്വൽ ടു AX. അങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ x1 ഉം x2 ഉം Fm/1ലെ എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് T of CX1 + x2 എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു TX ഈക്വൽ ടു AX ആണ്. അപ്പോൾ T of CX1 + x2 എന്താ വരിക? A × CX1 + x2. ദാറ്റ് ഈസ് ഈക്വൽ ടു C × AX1 + AX2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു C × AX1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? TX1 പ്ലസ് AX2 എന്ന് പറഞ്ഞാൽ എന്താ? TX2. ദാറ്റ് മീൻസ് T ഈസ് ലീനിയർ. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത ആ മാപ്പ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ n of t എന്താണെന്ന് നോക്കണം. n of t എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ x ബിലോങ്സ് ടു Fn/1 സച്ച് ദാറ്റ് T of x ഈക്വൽ ടു 0. 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻസിൻ്റെ കളക്ഷൻ. ഓക്കെ, അതായത് x ബിലോങ്സ് ടു Fn/1 സച്ച് ദാറ്റ് T of x എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് AX ആയിട്ടാണ്. AX ഈക്വൽ ടു 0. AX ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോമോജീനിയസ് സിസ്റ്റമാണ് അല്ലേ? എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ സൊല്യൂഷനാണ്. അതായത് ഈ പറഞ്ഞത് n of t എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ സൊല്യൂഷൻ സ്പേസ് ഫോർ ദ സിസ്റ്റം AX ഈക്വൽ ടു 0. സെറ്റ് ഓഫ് ഓൾ സൊല്യൂഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ എക്സ് കോളം മെട്രിക്സ് എക്സ് ആണ്. സെറ്റ് ഓഫ് ഓൾ കോളം മെട്രിക്സസ് എക്സ് സച്ച് ദാറ്റ് AX ഈക്വൽ ടു 0. തൽക്കാലം നമുക്കതിനെ S എന്ന് വിളിക്കാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് R of t എന്താണെന്ന് നോക്കാം. R of t എന്ന് പറഞ്ഞാൽ എന്താ? റേഞ്ച് സെറ്റ്. അതായത് സെറ്റ് ഓഫ് ഓൾ y ബിലോങ്സ് ടു Fn/1 സച്ച് ദാറ്റ് T of x ഈക്വൽ ടു y വേർ x ബിലോങ്സ് ടു Fn/1. അതായത് y ബിലോങ്സ് ടു Fm/1 സച്ച് ദാറ്റ് AX ഈക്വൽ ടു y x ബിലോങ്സ് ടു n/1. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഞ്ച് സെറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് സെറ്റ് ഓഫ് ഓൾ m/1 കോളം മെട്രിസസ് y സച്ച് ദാറ്റ് AX ഈക്വൽ ടു y ഹാസ് എ സൊല്യൂഷൻ ഫോർ x. അതിനെയാണ് നമ്മൾ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് A എന്നുള്ള മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. A11 A12 എക്സെട്ര A1n A21 A22 എക്സെട്ര A2n AM1 AM2 എക്സെട്ര AM. തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് A എന്നുള്ളത് ഒരു m/n മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കൊരു A എന്നുള്ള m/n മെട്രിക്സിനെ ഇങ്ങനെ എഴുതാം. ആൻഡ് x ഈക്വൽ ടു കോളം മെട്രിക്സ് ആയിട്ട് x1 x2 എക്സെട്ര xn ആയിട്ട് എഴുതും. ഓക്കെ, y ഈക്വൽ ടു AX എന്ന് പറഞ്ഞാൽ ഈ എനെയും എക്സിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? x1 × A11 പ്ലസ് x2 × A12 പ്ലസ് എക്സെട്ര xn × A1n പ്ലസ് എക്സെട്ര എക്സെട്ര ലാസ്റ്റ് ടേം എന്ത് വരും? x1 AM1 പ്ലസ് x2 AM2 പ്ലസ് എക്സെട്ര xn AMn എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. x1 × കോളം മെട്രിക്സ് A11 A21 എക്സെട്ര AM1 പ്ലസ് x2 × കോളം മെട്രിക്സ് A12 A22 എക്സെട്ര AM2 പ്ലസ് എക്സെട്ര xn × A1n A2n എക്സെട്ര AM1 എഴുതാം. അതായത് കുറച്ചും കൂടി മനസ്സിലാകാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ x1 A1, അതായത് ആ കോളം മെട്രിക്സിനെ മൊത്തം A1 എന്ന് വിളിക്കാം, പ്ലസ് x2 A2 പ്ലസ് എക്സെട്ര xn AM. അതായത് ഇറ്റ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ കോളംസ് ഓഫ് A. എയുടെ കോളംസ് ആണ് ഇവിടെ നോക്കൂ, x1 × A11 A21 എക്സെട്ര AM1 എന്നല്ലേ പറഞ്ഞു? കോളം എയുടെ കോളംസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഈ വൈനെ എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞത്? y ഈസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് കോളംസ് ഓഫ് A.
ഇങ്ങനെ വേണമെങ്കിൽ പറയാം, y എന്ന് പറയുന്നത് റേഞ്ച് സ്പേസ് ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദറ്റ് ഈസ് റേഞ്ച് സ്പേസ് ഓഫ് ടി ഇസ് ദ സബ് സ്പേസ് സ്പാൻഡ് ബൈ കോളംസ് ഓഫ് എ. ഓക്കെ, അപ്പോൾ y എന്ന് പറഞ്ഞാൽ എ എക്സ് ആണ് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ എക്സിനെ എങ്ങനെ എഴുതാം? എ എക്സ് ഈക്വൽ ടു ഈ ഒരു സ്റ്റെപ്പിൽ നിന്നാണ് ഇത് എഴുതുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ നിന്നാണ് നമ്മളിത് എഴുതുന്നത്. എ എക്സ് ഈക്വൽ ടു എന്ത് എഴുതാം? x1 a1 പ്ലസ് x2 a2 പ്ലസ് എക്സെട്ര xn an എന്ന് എഴുതാം. ഇത് റേഞ്ച് സ്പേസ് ഓഫ് ടീനെ എന്ത് എഴുതാം? കോളം സ്പേസ് ഓഫ് എ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കാം. റേഞ്ച് സ്പേസിൻ്റെ ഡയമെൻഷനെ നമുക്ക് എന്ത് വിളിക്കാം? റാങ്ക് ടി എന്ന് വിളിക്കാം. റാങ്ക് ടി ഈക്വൽ ടു കോളം സ്പേസിൻ്റെ ഡയമെൻഷനെ നമുക്ക് കോളം റാങ്ക് എന്ന് വിളിക്കാം. അപ്പോൾ റാങ്ക് ടി ഈക്വൽ ടു കോളം റാങ്ക് ഓഫ് എ. അതിന് ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യും. ഇനി നമ്മൾ ആദ്യം എൻ ഓഫ് ടി എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എസ് ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എൻ ഓഫ് ടി എന്താ വരിക? ഡയമെൻഷൻ ഓഫ് എസ് ആണ് വരിക. അതായത് ഡയമെൻഷൻ ഓഫ് എസിനെ നമുക്ക് നള്ളിറ്റി ഓഫ് ടി എന്ന് വിളിക്കാം. ഓക്കെ, ഇനി റാങ്ക് നള്ളിറ്റി തിയറത്തിൽ എന്താ പഠിച്ചത്? റാങ്ക് ടി പ്ലസ് നള്ളിറ്റി ടി ഈക്വൽ ടു ഡയമെൻഷൻ വി എന്നാണ് പഠിച്ചത്. റാങ്ക് ടി തൊട്ട് മുമ്പ് നമ്മൾ എഴുതി എന്താണ്? കോളം റാങ്ക് ഓഫ് എ ആണ്. നള്ളിറ്റി ടീനെ നമ്മൾ എന്തെഴുതി? ഡയമെൻഷൻ ഓഫ് എസ് ആണെന്ന് എഴുതി. ദറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്ന് പറഞ്ഞാൽ n/1, ഡയമെൻഷൻ ഓഫ് എഫ് n/1 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു n ആണ്. ഓക്കെ, n ആണെന്ന് കിട്ടി. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എസിനെ നമുക്ക് എങ്ങനെ എഴുതാം? n മൈനസ് കോളം റാങ്ക് ഓഫ് എ എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ 3 എന്ന് മാർക്ക് ചെയ്യും. ഇനി നമ്മൾ തൊട്ട് മുമ്പിൽ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്, സൊല്യൂഷൻ സ്പേസ് ഓഫ് ദ സിസ്റ്റം എ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് n-r ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. n എന്ന് പറയുന്നത് അതിലുള്ള മൊത്തം കോളംസിൻ്റെ എണ്ണമാണ്. r എന്ന് പറയുന്നത് അതിൻ്റെ റാങ്ക് ആണ്. ഓക്കെ, അപ്പോൾ ദ സ്പേസ് സ്പാൻ ബൈ n-r ആർബിട്രറി കോൺസ്റ്റൻസ് വെയർ r ഇസ് ദ റോ റാങ്ക് ഓഫ് എ. r എന്ന് പറയുന്നത് റോ റാങ്കും n എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസും ആണെങ്കിൽ സൊല്യൂഷൻ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് n-r ആയിരിക്കും. വെയർ n ഈസ് ദ നമ്പർ ഓഫ് കോളംസ് ആൻഡ് r ഈസ് ദ റോ റാങ്ക്. ഓക്കെ, ആ ഒരു തിയറി വെച്ചിട്ട് നമുക്ക് ഡയമെൻഷൻ ഓഫ് എസിനെ എന്ത് വിളിക്കാം? n-r എന്ന് വിളിക്കാം അല്ലേ? n-r എന്ന് പറഞ്ഞാൽ എന്താ? n-r എന്ന് പറയുന്നത് റോ റാങ്ക് ആണ്. അപ്പോൾ ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം കൂടി ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോളം റാങ്ക് ഈക്വൽ, കാരണം രണ്ടിൻ്റെയും റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോളം റാങ്ക് ഈക്വൽ ടു റോ റാങ്ക് ഓഫ് എ എന്ന് കിട്ടും.